ഹായ് ഗായ്സ്, നമ്മളെല്ലാവരും കൂടി ഇന്ന് രാമേശ്വരത്ത് പോവാം. രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് തോന്നുന്നു ട്രെയിനിൻ്റെ പേര്. അതിൽ നമ്മൾ പോകുക. ഒരു 11:10 ആകുമ്പോൾ വില്ലുപുരത്ത് വരും. നമ്മൾ വില്ലുപുരത്ത് നിന്നാണ് പോകുന്നത്, അതായത് പോണ്ടിച്ചേരിയിൽ നിന്ന്. വില്ലുപുരത്ത് നിന്ന് ട്രെയിനുണ്ട്. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തും. നമ്മളെങ്ങോട്ടാണ് ഫാത്തിമ പോകുന്നത്? നവ്യേ, രാമേശ്വരത്ത് പോയി ഞങ്ങൾ പൊളിക്കും. നമ്മൾ ജനറലിലാണ് പോകുന്നത്, അതുകൊണ്ട് വേഗം പോയി സീറ്റ് പിടിക്കണം. ട്രെയിൻ തുടങ്ങുന്ന താമ്പരത്ത് നിന്നാണ് ലിഫ്റ്റ് കയറുക. അപ്പം അതുകൊണ്ട് സീറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നോക്കിയപ്പം പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പം വിചാരിച്ചു അധികം ആൾക്കാരൊന്നും കാണത്തില്ല എന്ന്. പിന്നെ പോകുന്നത് ശിവരാത്രി സമയമായിരുന്നു. നേരത്തേക്ക് ട്രെയിനിൽ കയറാൻ നോക്കിയപ്പോഴും അധികം തിരക്കൊന്നുമില്ല. പക്ഷേ ജനറലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പം കിടക്കുന്ന എല്ലാം തലകുത്തി പറഞ്ഞു. നിറച്ചു ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ നിറച്ചു ആൾക്കാർ. ഡോറിൻ്റെ അവിടെ നിന്നാണ് പോകുന്നത്. ആൾക്കാരൊക്കെ അവിടെ കുത്തി ഇരിക്കുക. എല്ലാവരും സീറ്റിൻ്റെ ഒക്കെ താഴെയൊക്കെ ഇരിക്കുക. നിൽക്കാൻ മാത്രമേ അവിടെ സ്ഥലമുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡോറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പോകുന്നത്. ജനറലിലൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നത്. തീരെ ഇരിക്കാൻ സ്ഥലമില്ല. കുറേ പേരുണ്ടായിരുന്നല്ലോ. കുറച്ച് പേര് അപ്പുറത്തെ സൈഡിലും കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിലും ആയിപ്പോയി. അങ്ങനെ പെട്ട് നിൽക്കേണ്ടി വന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ സ്റ്റോപ്പെത്തി ആൾക്കാർ ഇറങ്ങി തുടങ്ങി. അന്നേരം ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വന്ന് അവരുടെ ട്രെയിനിൽ ഞങ്ങൾ വലിഞ്ഞു കയറിയ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ അത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അവരിറങ്ങിയപ്പോഴത്തേക്ക് നേരം വെളുത്ത്. അന്നേരത്തേക്ക് പാമ്പംപാലം ആവാറായിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവരൊക്കെ ഇറങ്ങിപ്പോയ ശേഷം ട്രെയിനിൽ കുറേ സ്ഥലവും കിട്ടി. അലപ്പും ബഹളമൊക്കെ കുറഞ്ഞ ട്രെയിനുള്ളിലൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം നമ്മളങ്ങനെ പാമ്പംപാലത്തിൻ്റെ അടുത്തോട്ട് കയറുവാന്നേ. പച്ച കളർ വെള്ളം പൊളിഞ്ഞു വീണ റെയിൽപാളം. ആ പാലത്തുനിന്ന് ആ പാലം പൊട്ടിയിട്ടാണ് ട്രെയിന് കടലിലോട്ട് വീണത്. ഇത്ര ആളുകൾ മരിച്ചത്. പാമ്പംപാലമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് രാമേശ്വരം എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ പറഞ്ഞതിലും കുറച്ചധികം നേരത്തെ തന്നെ രാമേശ്വരത്ത് എത്തി. ആ ട്രെയിനിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും രാമേശ്വരത്തോട്ടായിരുന്നു. അപ്പം തന്നെ ഊഹിച്ച് രാമേശ്വരത്ത് ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. പിന്നെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല വെയിലൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോയത്, അതുകൊണ്ട് ഞെട്ടലൊന്നും തോന്നിയില്ല. ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുന്നേ കണ്ടത് ഇങ്ങനെ ഈ ഉരുട്ടിക്കൊണ്ട് വന്ന സാധനമായിരുന്നു. അതിൽ കയറി ഇരുന്നാൽ സുഖമായിട്ട് നടക്കാതെ അങ്ങ് പോകായിരുന്നു. അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ 2 കാലുണ്ടല്ലോ, പയ്യെ അങ്ങ് നടന്നാൽ മതി. അങ്ങനെ നോക്കിയപ്പോഴാണ് ട്രെയിൻ തിരുവനന്തപുരത്ത് പോകുന്ന ട്രെയിനാണ്. പക്ഷേ ഇത് താമ്പരത്ത് നിന്ന് എടുത്ത ട്രെയിനാണ്. ഇത് താമ്പരത്ത് നിന്ന് ഇവിടെ രാമേശ്വരത്ത് വന്നിട്ട് രാമേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ താമ്പരത്ത് വരുമോ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. പിന്നെ അതിനെപ്പറ്റി ഞാനൊന്നും കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ ഫ്രഷ് ആവാൻ പോയി. ഞാൻ മാത്രമാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. ബാക്കി എല്ലാവരും ഫ്രഷ് ആയിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് വന്നവരായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറി. ഒരാൾക്ക് 20 രൂപ 1 മണിക്കൂറത്തേക്ക്. അപ്പം അവിടെ ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി രാമേശ്വരത്ത് എത്തിയിട്ട് ആദ്യം വന്നത് രാമനാഥസ്വാമി ടെമ്പിളിലാണ്. ഇവിടെ ഭയങ്കര അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പം നമുക്ക് ആദ്യം അവിടെ പോയി കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് അമ്പലത്തിലോട്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നടക്കുക. അപ്പം പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പക്ഷേ അതിനകത്ത് നോക്കിയപ്പോൾ ഈ ഭംഗിയൊന്നും ഞാൻ കണ്ടില്ല. പുറത്തിറങ്ങുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ കുറേ ടാക്സിയൊക്കെ കിടക്കുന്നുണ്ടോ, അത് കണ്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മളതിലൊന്നും കയറത്തില്ല. കാരണം നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ്. അപ്പം അതിനാവശ്യമായിട്ട് പൈസ കളയത്തില്ല. പിന്നെ നടക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു, നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പം അവിടെ ഫുഡില്ല. എന്ത് ചെയ്യാൻ? അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിലോട്ട് പോയി. കണ്ടോ, സ്കൂൾ പിള്ളേരെ പോലെ നടക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ, ബാഗൊക്കെ തൂക്കി നടക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് ബിസ്മി ഹോട്ടലിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും കറിയും കഴിച്ചു. അവിടെ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയ വഴിക്കാണ്ട് ഈ ഫാനല്ല, കാറ്റാടി പോലത്തെ എന്തോ സംഭവം. കാറ്റിൻ്റെ ദിശ അറിയാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും എനിക്ക് പിടിയില്ലാത്തൊരു കാര്യം കണ്ട് ആൾക്കാരുടെ തലയിൽ കൂടെ കുടത്തിൽ വെള്ളം കോരി ഒഴിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത പാപങ്ങൾ പോകാനായിരിക്കും. ഞാൻ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി വലിയ പിടിയില്ല. ഞാൻ അമ്മാതിരി പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. കാരണം ഞാൻ ഇനി എന്തൊക്കെ പാപങ്ങൾ ചെയ്യും, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്ക് അമ്പലം എത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ തിരക്ക് കണ്ടോ നിങ്ങൾ? ഭയങ്കര ആൾക്കാരായിരുന്നു. അതിന് ശിവരാത്രി ആയതുകൊണ്ടാണോ അതോ ഈ അമ്പലം കുറച്ച് ഫേമസ് ആയ വലിയ അമ്പലം ആയതുകൊണ്ട് എപ്പോഴും ഈ തിരക്ക് കാണുമോ എന്നൊന്നും എനിക്കറിയത്തില്ല.
പുറത്ത് നിന്ന് കുറേ നേരം അമ്പലം നോക്കി കണ്ട്. പിന്നെ തിരക്ക് കുറേ നേരം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അമ്പലത്തിനുള്ളിലോട്ട് കയറിയപ്പോൾ പുറത്തതിനേക്കാളും തിരക്ക്. അകത്ത് ഇതേപോലെ ആ പുറത്ത് നമ്മൾ കണ്ട പോലെ വെള്ളം തലയിൽ ഒഴിക്കുന്ന എന്തൊക്കെയോ പരിപാടി അമ്പലത്തിനകത്തും ഉണ്ട്. പരിപാടിയല്ല, ചടങ്ങ് അമ്പലത്തിനകത്തും ഉണ്ട്. പിന്നെ അകത്ത് നിന്നും അമ്പലമൊക്കെ ഒന്ന് നോക്കി കണ്ടു. നല്ല രസമുണ്ട്. ഈ ആൾക്കാരൊന്നും ഇല്ലാതപ്പോൾ അമ്പലം കാണാനപ്പോൾ എന്ത് രസമായിരിക്കും. ആൾക്കാർക്ക് തൊഴാനല്ലേ അമ്പലം. അവിടുന്ന് നേരെ അകത്തോട്ട് കയറി. ഈ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നാലും പിന്നെ തിരക്കൊന്നും കണ്ടില്ല. എനിക്ക് അതുകൊണ്ട് കുറേ നല്ല വീഡിയോസൊക്കെ കിട്ടി. ഇനി എനിക്ക് വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ച് ദൈവം ആൾക്കാർ ഒഴിവാക്കി തന്നെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങനെ വിചാരിക്കുക. അവിടെ കണ്ടോ പശുവൊക്കെ നടന്നു പോകുന്നത്, അതേപോലെ അതിനകത്ത് ആനയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതിനിടയിൽ കൂടെ എൻ്റെ വീഡിയോഗ്രാഫർ വേറെ ആർക്കൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ അല്ല, ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നു. പിന്നെ അമ്പലത്തിനകം ഇങ്ങനെ അങ്ങ് കിടക്കുക. എങ്ങോട്ടാ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. പിന്നെ ഒരുവിധം അതൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്നു. അവിടെ കണ്ട ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. പിന്നെ അത്രയും തിരക്ക് കാണുമ്പോഴേ അറിയാം ലൈൻ നിൽക്കാതെ പോകാൻ പറ്റത്തില്ലെന്ന്. അത് പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ അതിനിടയിലാണ് ഞാൻ ശ്രദ്ധിച്ച്, നിങ്ങൾ അവിടെ കണ്ടോ ആ സന്നിധിയിലോട്ട് ക്വിക്ക് എൻട്രൻസിന് 200, സ്പെഷ്യൽ എൻട്രൻസിന് 100 എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നു. ഈ എന്തെങ്കിലും വയ്യാത്ത ആൾക്കാർക്കോ പ്രായമായിട്ടുള്ള ആൾക്കാർക്കോ പെട്ടെന്ന് പോകാൻ വഴി ഒരുക്കി കൊടുക്കാനുള്ളതിന് പൈസ ഉള്ളവർക്ക് വേഗം പോവാം. ദൈവം ഇപ്പം പൈസ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ലൈനിൽ നിന്നാലും നിന്നില്ലേലും എല്ലാവരും ഒരേപോലെയല്ല കാണത്തോളൂ. പിന്നെ ഇനി അമ്പലം നടത്തിക്കൊണ്ട് പോകാൻ പൈസയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിന് അമ്പലത്തിൽ വരുന്ന ആൾക്കാർ എന്തായാലും പൈസ ഇടത്തില്ലയോ. അത് മാത്രമല്ല, അവിടെ പ്രസാദം കിട്ടണമെങ്കിൽ പോലും പൈസ കൊടുക്കണം. 100 രൂപ കൊടുത്താലേ ഭസ്മം കിട്ടത്തുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോയത്. ഇനി അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ എന്തോ ഒരു മടുപ്പിച്ച്, എന്നെ അമ്പലം അല്ലാതെ അങ്ങ് മടുപ്പിച്ചു. ഞാൻ എന്തായാലും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്ന വഴിക്ക് നോക്കിയപ്പം കയറിപ്പോയടുത്ത് ഞങ്ങൾ പോയതിനേക്കാളും ക്യൂ പിന്നെ നിൽക്കുന്നു. ശിവരാത്രിയുടെ തിരക്ക്. അതിനിടയിൽ ഒരു കുഞ്ഞാവെ കണ്ട് ഞാൻ വിചാരിച്ച കുഞ്ഞാവ് ഇപ്പം എന്നെ നോക്കി ചിരിക്കുന്നത്. അതിങ്ങനെ അന്തം വിട്ട് എന്നെ നോക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിന് പുറത്തോട്ട് ഇറങ്ങി. രാമേശ്വരത്തെ അമ്പലത്തിൽ നിന്ന് നമ്മൾ തൊഴുതിറങ്ങി. ഫുൾ തൊഴുതു. അമ്പലത്തിൽ ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പൈസ കൊടുത്താൽ അങ്ങനെ ചെയ്യാം. പൈസ കൊടുത്താൽ നേരെ പോയി തൊഴാം. പൈസ കൊടുത്താലേ ഭസ്മം കിട്ടത്തോളൂ. 100 രൂപ കൊടുക്കണം. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. എനിക്ക് എന്തോ കിട്ടി. ഞാൻ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇത് കണ്ടോ, നവ്യയുടെയൊക്കെ നെറ്റിയിൽ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും ഇട്ടില്ല. അങ്ങനെ നീ ഇവിടുന്ന് ധനുഷ്കോടി പോകുക. അത് ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് റോഡ് നോക്കിയപ്പോൾ എന്തോരം തിരക്കായി. വെയിലൊന്നും വകവെക്കാതെ ആൾക്കാർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കണ്ടോ. പിന്നെ ഞങ്ങൾ അതിനടുത്തുള്ളൊരു സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷെ ഒന്നും വാങ്ങിയതൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അതിനകമൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി. വഴി കണ്ട ഒരു ഓട്ടോമാമനായിരുന്നു. ഓട്ടോ യൂണിഫോമാണ്. ആ മാമൻ പറഞ്ഞത് ഒരാൾക്ക് 200 രൂപ ആണ്. ബസ്സിൽ പോയാൽ ഒരാൾക്ക് 30 രൂപ എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലയോ. അപ്പം നമ്മൾ ബസ്സിൽ പോവാം. കാണിച്ചു തരാം എവിടുന്ന ബസ് കയറേണ്ടതെന്നും എങ്ങനെ അങ്ങോട്ട് പോകേണ്ടതെന്നും ഉച്ചയ്ക്ക് എവിടുന്ന ഫുഡ് കഴിച്ചതെന്നും ടോട്ടലെല്ലാം എത്ര രൂപ ആയെന്നും എല്ലാം കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെ കണ്ടോ, ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിന്നപ്പം കണ്ടത് അവിടെ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. പക്ഷെ നമ്മളിപ്പം ധനുഷ്കോടിയിലോട്ടില്ല പോകുന്നത്. അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഒരു ബസ് വന്നായിരുന്നു. പക്ഷെ ആ ബസ് കിട്ടിയില്ല. നമ്മൾ വന്നപ്പോൾ വന്ന ആ ബസ് അങ്ങ് പോയി. ഇനി എപ്പോഴാണ് ബസ്സൊന്നും അറിയത്തില്ല. ഭയങ്കര പാടാണ്. ഇവിടെ നല്ല വെയിലുമാണ്. ധനുഷ്കോടിയിലോട്ട് പോകാൻ ബസ്സൊക്കെ ഉണ്ട്. ബസ്സില്ല. ഇപ്പം നമ്മളൊരു ഷെയർ ഓട്ടോ പോലത്തെ ഒരു ഓട്ടോയ്ക്കകത്ത് പോകുക. അതായത് നമ്മുടെ ബാക്കി എല്ലാവരും ഇതിനകത്തുണ്ട്. ജയിലിൽ പെട്ട പോലെ. നവ്യ കണ്ടോ, എല്ലാവരും ഇതിനകത്തുണ്ട്. എന്തിനാ ഫ്രണ്ടിൽ കയറി ഇരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആകുമ്പം ധനുഷ്കോടിയിലോട്ട് പോകുമ്പം രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ധനുഷ്കോടി എത്തുന്നതിന് മുന്നേ ആ പോകുന്ന വഴി കണ്ടതാണ്. ഇത് കണ്ടോ, ആ ചെടിയുടെ ബാക്കിൽ ബീച്ചോ കടലോ എന്തോ സംഭവം. അധികം തിരയൊന്നുമില്ല. നല്ല രസം അത് കാണാൻ. ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്രയും നല്ല രീതിക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ശരിക്കും കാണാൻ നല്ല രസമാണ്. അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ബീച്ച് തുടങ്ങി വരുന്നുള്ളൂ. അത്ര ആയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് കാണാൻ സെറ്റ് എന്ത് രസമാണെന്നറിയാമോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എത്ര രസം പറഞ്ഞു. ഞാൻ പറഞ്ഞതിനേക്കാളും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് അതിനുള്ളിലോട്ടൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലോട്ട് പോകുന്ന റോഡാണ് അത്. ഞങ്ങൾ ആ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. എന്ത് അമ്പലമാണെന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പം ധനുഷ്കോടിയിൽ മറ്റേ 2 കടലിൻ്റെ നടുക്കുള്ള റോഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതാണ് എൻ്റെ കൺമുന്നിൽ ആ 2 ബീച്ചാണ്. ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാളും ഒരു സൈഡിൽ അറേബ്യൻ സീയും. ഏത് നോക്കണം എന്ന് തന്നെ കൺഫ്യൂഷനാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബേ ഓഫ് ബംഗാളാണ്. അപ്പോൾ ബേ ഓഫ് ബംഗാൾ നോക്കാം. ഏതാണ് തിരിച്ചറിയാൻ വയ്യ. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് പോകുന്ന വഴിക്ക് കണ്ടു തുടങ്ങി. അവിടെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല. പിന്നെ ആ റോഡിൽ കൂടെ അപ്പുറത്തെ സൈഡിലും കടൽ, ഇപ്പുറത്തെ സൈഡിലും കടൽ. കാറ്റൊക്കെ അടിച്ചു പോകാൻ നല്ല രസമായിരുന്നു. പിന്നെ ആ കാണുന്നത് ആ സുനാമി വന്നപ്പോൾ തകർന്നു പോയ റെയിൽവേ സ്റ്റേഷൻ, പഴയ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അതേ നോക്ക് ലൈറ്റ് ഹൗസ് കാണാം. സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്.
നമ്മളവിടെ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ആ ഓട്ടോക്കാരൻ മാമ നമുക്ക് കാണിച്ചു തന്ന് അതായിരുന്നു പഴയ ചർച്ചാന്ന് തോന്നുന്നു. കാണിച്ചു തന്ന മാമ നമുക്കെല്ലാം കാണിച്ചു തരുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ ആ ധനുഷ്കോടിയിൽ അവസാനത്തോട്ട് പോയി. നമ്മൾ പിന്നെ അതെല്ലാം കണ്ട് നേരെ അവിടെ എല്ലാം വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. സൈഡിൽ ആൾക്കാരും ഉണ്ട്. നമ്മളും പിന്നെ അവിടെ ഇറങ്ങിയ ശേഷം ആദ്യം കണ്ടത് ഇറങ്ങിയടുത്ത് തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരെണ്ണെടുത്ത് തിന്നാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഇന്ന പോലെ സമാധാനിക്കാം. തൊട്ടപ്പുറം ബീച്ച് കണ്ടോ. ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ട് വെറൈറ്റി രീതിയിൽ എന്തോ ഒരു വീഡിയോ എടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവസാനം എടുത്ത് വന്നപ്പം കൊള്ളത്തൊന്നുമില്ല. പിന്നെ രാമേശ്വരത്ത് വെച്ച് എനിക്ക് കിട്ടിയൊരു വീഡിയോ ആയിട്ട് ഇതിനെ സമാധാനിക്കുക. അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ. അവിടെ ആരൊക്കെയോ നിന്ന് ആ ബീച്ചിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ആ ബീച്ചൊക്കെ കണ്ടിട്ട് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറയുന്ന പോലെ എൻ്റെ കണ്ണ് ആ മാങ്ങയിലും തണ്ണിമത്തങ്ങയിലും ഒക്കെ ആയിരുന്നു. മാങ്ങയില്ല അതിലല്ലോ, പൈനാപ്പിൾ, സോറി. പക്ഷെ അവിടെ ആരുമില്ല. എടുത്തോണ്ട് ഓടിയാലോ എന്നൊക്കെ മനസ്സ് പറയുന്നുണ്ട്. പിന്നെ മാങ്ങ വാങ്ങണം എന്നും പറഞ്ഞിങ്ങനെ നടപ്പ് തുടങ്ങി. ആ സൈഡിലെ മാങ്ങയുടെ വില വയ്ക്കുക. ഇവിടെ എല്ലാം മാങ്ങയ്ക്ക് 30 രൂപ. മാങ്ങ വേണം, കുറച്ച് മാങ്ങ ഇവിടെ എല്ലാം മാങ്ങയ്ക്ക് 30 രൂപയാണ്. പക്ഷേ ഇത് പഴുത്താണോട് ഇവിടെ നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നല്ല കാറ്റുള്ളതുകൊണ്ട് കാറ്റ് പറക്കുക മുടിയൊക്കെ. അതുകൊണ്ട് വെയിലായിട്ടൊന്നും തോന്നേ ഇല്ല. ഈ അക്കടയിൽ നമ്മൾ ചോളം വാങ്ങാൻ പോകുക. പന്ന പിള്ളേരാ. വഴി കാണുന്ന എല്ലാം വേണം ഈ നവ്യക്ക്. സ്വീറ്റ് ഇവിടെ മൊത്തം 6 പേർക്ക് വേണം. ഇവിടെ എന്തോ കിട്ടത്തില്ല, റേഞ്ച് ഇടത്തില്ല. എയർടെലിനൊന്നും റേഞ്ച് ഇടത്തില്ല. അതിന്റെ മണ്ടയിൽ എനിക്ക് വേണം. പാവാക്ക കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു ചോളത്തെ 5 ആക്കി അതിലൊരു ഏറ്റവും വലിയ പീസെന്ന് തോന്നിക്കുന്നത് ഞാൻ എടുത്തു. പക്ഷെ ഫാത്തിമയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ. അവള് നോമ്പും പിടിച്ച് നടക്കുന്നതൊക്കെ. തിരക്ക് വീക്കെൻഡ് ആയോണ്ടാണോ? അവിടെ ചോളം കുറിച്ചായിരുന്നു ഇരുന്നത്. വേണ്ട. ഇവിടെ ഭയങ്കര തിരക്ക്. നാളെ ശിവരാത്രി ആയതുകൊണ്ട് ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ടെന്നു. പിള്ളേരൊക്കെ ടൂറിനൊക്കെ വരുന്നവരൊക്കെ ഭയങ്കര തിരക്ക്. ഇവിടെ ഇങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇടത്തില്ല. കയ്യിൽ തന്നെ പൈസ ആണ്. ഈ ഒരു നന്ദി എൻ്റെ ഉണ്ട്, റൂമിലുണ്ട്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു. കമ്മല് അവിടെ കണ്ട കുറേ സാധനങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ കൊള്ളാൻ വേണം എന്നുണ്ട്, വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷെ കയ്യിലാണെങ്കിൽ പൈസയില്ല. പൈസയില്ലാന്ന് പറഞ്ഞാൽ തീരെ പൈസയില്ല. ഉള്ള പൈസയ്ക്ക് വല്ല വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് വരാൻ വണ്ടിക്കൂലി ഇല്ലാതെ അവിടെ വല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് അതെല്ലാം അവിടെ നിന്ന് കണ്ട്. ഇവിടെ കുറേ തിന്നുന്ന സാധനങ്ങളും വാങ്ങാൻ പറ്റിയ സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ കയ്യിൽ പൈസ ഇല്ല. എന്തൊരു അവസ്ഥയല്ലയോ. ഞങ്ങൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് കാണുന്ന എല്ലാം തിന്നാൻ വാങ്ങാൻ തോന്നുക. പക്ഷെ പൈസ ഇല്ല. വരുന്നവര് കയ്യിൽ പൈസയൊക്കെ ആയിട്ട് വരണം. ഒടുക്കത്തെ തിരക്കും മണി തന്നെ വേണം. ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇല്ല. അങ്ങനെ താണ്ടെ നമ്മള് ഇന്ത്യയുടെ അവസാനം ഇല്ലേ ഇത്? നമ്മള് ഇന്ത്യയുടെ ലാസ്റ്റ് ലാൻഡിലെത്തി. ഇന്ത്യ അവസാനിച്ചു. കൂടി വന്നിട്ടൊരു നല്ല വീഡിയോ ഒന്നും കിട്ടിയില്ല. കാരണം ഇവിടെ ഭയങ്കര തിരക്ക്. നാളെ ശിവരാത്രി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു നല്ല ഫ്രെയിം പോലും കിട്ടുന്നില്ല. വന്ന വൈക്ക് എടുത്ത വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ധനുഷ്കോടി വരാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത് വീക്കെൻഡ് നോക്കി വന്നിട്ട് എന്തെങ്കിലും വിശേഷമുള്ള ദിവസവും വരരുത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. കുറേ സാധനങ്ങൾ തിന്നാനുണ്ട്. പക്ഷെ ആരും ഒന്നും വാങ്ങിച്ചു തരുന്നില്ല. കണ്ടോ, ഇനി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പോകുക ഇവിടുന്ന്. ഫുൾ ആൾക്കാരും തിരക്കും, സമാധാനമില്ല.
കണ്ടോ ഒത്തിരി ആൾക്കാർ. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് രാമേശ്വരത്തോട്ട് വന്ന ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. ഉറങ്ങിയൊക്കെ പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് വരുന്ന വഴിക്ക് കണ്ടതാ ഇത് നമ്മുടെ ബോളിയാണ്. നമ്മുടെ ബോളിയല്ല, ബോളി നമ്മൾ ഉണ്ടാക്കുന്ന പോലെയാണോ ബോളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷേ ഇതെന്തോ മാവ് കുഴച്ച് അതിനകത്ത് അവർ ശർക്കരയും തേങ്ങയും വെക്കും. മറ്റേ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെച്ചിട്ട് അതിങ്ങനെ തിരിച്ച് മറിച്ചിട്ടാൽ അവർ ഈ ബോളി ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ. ഞാനത് കഴിച്ചൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് APJ അബ്ദുൽ കലാമില്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോയി. ഇവിടുന്ന് ഇനി 9 മണിക്ക് ട്രെയിനുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ പോകാൻ പറ്റിയത് APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുക വീട് കാണാൻ വേണ്ടിയിട്ട്. കയറാൻ പറ്റുമോ എങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. കുറച്ച് നാളെ നമ്മൾ ആ വഴി ഉള്ളിലോട്ട് കയറുമ്പം അവിടെയുള്ള എല്ലാത്തിനും കലാം എന്ന പേരിലാണ് തുടങ്ങുന്നത്. ഇത് കണ്ടോ, കലാം സീഷൽ മാർട്ട്. എല്ലാ ഷോപ്പിനും കലാം എന്നൊരു പേര് അവർ ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഈ മാംഗോ ബൈറ്റ്സ് ഇപ്പം കാണാൻ പോലും ഇല്ല. പക്ഷേ ഞാൻ അതൊക്കെ അവിടെ കണ്ടു എന്ന് കൊള്ളാം. വാങ്ങിയതൊന്നുമില്ല കേട്ടോ. ഇവിടെ കയ്യിൽ പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ ഫാത്തിമയൊക്കെ ATM പൈസ എടുക്കാൻ കൊടുക്കുക. ആ ഗ്യാപ്പിൽ ഞാൻ ഇതിങ്ങ് വാങ്ങി ഇനി ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അവർ വരുന്നോടെ വരെ അവരെല്ലാം വന്ന് നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ പോവുക. ഈ കാണുന്നതാ APJ അബ്ദുൽ കലാമിൻ്റെ വീട്. കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കയറി താഴെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മളതിനകത്ത് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. എവിടം തൊട്ടാണോ ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ ബോർഡ് വെച്ചേക്കുന്നത് അവിടം തൊട്ടേ ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ പറയാം. ഇതിനകമൊക്കെ കാണാൻ നല്ല രസമായിട്ടോ. വീഡിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അതിനെ. പക്ഷെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. രാമേശ്വരത്ത് പോകുന്നവർ ഉറപ്പായിട്ടും പോയി ആ അമ്പലവും ധനുഷ്കോടിയും കാണുന്നതിലപ്പുറം കാണണം. ഇവിടെ പോയി കാണണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ അവിടുന്ന് എല്ലാം കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് സന്ധ്യയായി. പിന്നെ ഫുഡ് കഴിച്ചു. ആ ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് പോകുക. രാമേശ്വരത്ത് വന്ന് അമ്പലത്തിൽ തൊഴുതു. പിന്നെ വരുന്ന വഴിക്ക് പാമ്പൻ പാലം കണ്ടു. പിന്നെ നമ്മളെന്തോ കണ്ടേ, പിന്നെ വേറെ ധനുഷ്കോടി പോയി. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ വീട് കണ്ടു. ഇത്രയും കണ്ടു. ഇനി ഇവിടുന്ന് പോകുക. ഞങ്ങൾക്കുള്ള ട്രെയിൻ ഇവിടെ കിടക്കുന്നു. അപ്പം ഓക്കെ ബൈ. വ്ലോഗ് നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്കൊരു ഫുൾ സീറ്റൊക്കെ കിട്ടി. സുഖമായിട്ട് ട്രെയിനിലിരിക്കുക. ഇന്നലെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. സീറ്റൊക്കെ ഉണ്ട്. ഞാനൊന്നുമല്ല. അതാണ്ട് ഫാത്തിമ ഉണ്ടായിരുന്ന ഫുഡൊക്കെ കഴിക്കുന്നു. ഫാത്തിമ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഫാത്തിമ നോമ്പായിരുന്നു. അപ്പം ഞങ്ങളിനി തിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുക. അങ്ങനെ രാമേശ്വരം ട്രിപ്പ് കഴിഞ്ഞു. ഒരു വ്ലോഗില്ല.